ശാസ്ത്രം വളരുന്നതിനേക്കാൾ വേഗതയിലാണ് അന്ധവിശ്വാസവും അനാചാരവും വളരുന്നതെന്ന് യുക്തിവാദി സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ അരുൺകുമാർ. അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബില്ലിൽ അടങ്ങിയിരിക്കുന്ന ഇടതു സർക്കാർ നടപടി പ്രതിഷേധാർഹമെന്നും ഡോക്ടർ അരുൺകുമാർ പറഞ്ഞു. യുക്തിവാദി സംഘം സുഹൃത്ത് സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ അരുൺകുമാർ. അത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് സ്ത്രീകൾ മാത്രം പ്രഭാഷകരായിട്ടുള്ള വേദി സ്വാതന്ത്ര്യ വേദിയിൽ തന്നെ ശ്രദ്ധേയതല്ല. പൊതുവെ ഒരു സംഘടനകൾ സ്ത്രീകൾ മാത്രം പ്രഭാഷകരായിട്ടുള്ള നടത്താറില്ല. സ്ത്രീകൾ പലപ്പോഴും ഓഡിയൻസിലിരിക്കുക അല്ലെങ്കിൽ ഓഡിയൻസിൽ ഇല്ലാത്തൊരു സ്ഥിതിയിൽ മാറിയിട്ട് പ്രഭാഷകരായിട്ട് മാറുന്ന രീതിയിലേക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കപട ചികിത്സ സംഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ അശാസ്ത്രീയ ചികിത്സയെക്കുറിച്ച് തന്നെ ഒരു 10-15 കൊല്ലം മുമ്പുള്ള കാഴ്ചപ്പാടല്ല ഇപ്പോൾ ഉള്ളത്. പണ്ട് പലരും അതെല്ലാം ശാസ്ത്രീയമാണെന്നൊക്കെ അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ശാസ്ത്രീയ ചികിത്സ എന്താണെന്നല്ല മനസ്സിലായി. മതവികാരങ്ങളെ എന്താ പറയുക ഇളക്കിക്കൊണ്ട് ആളുകളെ പറ്റിച്ചുകൊണ്ട് വോട്ട് നേടുന്ന ഒരു രീതി സ്ഥിരമാവുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന അഭിചാരക്രിയകളും കൊലപാതകങ്ങളും ആക്രമണങ്ങളും ആശങ്കപ്പെടുത്തുന്നതാണ്. സമാധിയാകലിനെ പോലും ന്യായീകരിച്ച നിരവധി പേരാണ് രംഗത്തു വരുന്നത്. മനുഷ്യബോധത്തെ നശിപ്പിച്ച് അന്ധവിശ്വാസത്തിലേക്ക് തള്ളിവിടുന്ന തൊഴിലായി സ്വീകരിച്ച ശക്തികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഉത്തരേന്ത്യക്കാരെ പോലും നാണിപ്പിക്കുന്ന തരത്തിലാണ് കേരളത്തിലെ അന്ധവിശ്വാസ അനാചാരങ്ങളുടെ വളർച്ച. അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബിൽ നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും ഡോക്ടർ അരുൺകുമാർ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് ബി പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു. സുനിൽകുമാർ എം ദയാനന്ദൻ എന്നിവർ സംസാരിച്ചു.